ഡിയർ വൺസ്, നമുക്കിന്ന് നമ്മുടെ അന്തോണീസ് പുണ്യാളനെ കുറിച്ച് കൂടുതൽ അറിയാം. വിശുദ്ധ അന്തോണീസും മത്സ്യങ്ങളായി വിശുദ്ധ അന്തോണീസിന് ഒരു ബന്ധമുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഒരിക്കൽ നമ്മുടെ പുണ്യാളൻ യൂറോപ്യൻ രാജ്യത്ത് നമ്മുടെ ഈശോയെക്കുറിച്ച് വചനം പ്രസംഗിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ വിശുദ്ധ അന്തോണി റിമിനി എന്ന പട്ടണത്തിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കാനോ അദ്ദേഹത്തിനെ കാണാനോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ മൊത്തം സഭാവിരോധികളായിരുന്നു. അപ്പോൾ പുണ്യാളൻ ഒരുപാട് വിഷമിച്ച് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയിലിരുന്ന് കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മരീച്ചിയ എന്ന നദീതീരത്ത് നിന്ന് നദിയിലേക്ക് നോക്കി നമ്മുടെ പുണ്യാളൻ മത്സ്യങ്ങളോട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് നദിയിൽ വലിയൊരു കോലാഹലം ദൃശ്യമായി എന്നാണ് പറയുന്നത്. അതായത് വലുതും ചെറുതുമായ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നു, അവ വെള്ളത്തിന് മുകളിൽ തല പൊന്തിച്ച് അന്തോണിയെ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒട്ടേറെ ജനങ്ങൾ വീക്ഷിക്കുകയും ചെയ്തു. കാഴ്ചക്കാർ അവരത് കണ്ടതും ഒരു അത്ഭുതമാണല്ലോ, പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങി. ആ വാർത്ത പട്ടണം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. ജനങ്ങൾ നദിക്കരികിലേക്ക് ഒഴുകിയെത്തി എന്നാണ് പറയുന്നത്. അന്തോണീസ് അങ്ങനെ അവരോട് വചനം പ്രസംഗിച്ചു. ജനം അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചു. അങ്ങനെ റിമിനി പട്ടണം വിശ്വാസികളുടെ നാടായി മാറി. പ്രൈസ് ഗോഡ്. താങ്ക് യു.